പരിശോധനയിലൂടെ തെളിവുകൾ ഒളിപ്പിച്ചു വെക്കാനോ നശിപ്പിക്കാതിരിക്കാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. ഇതൊരു അവരുടെ ഒരു അന്വേഷണ പ്ലാനാണ്. ആ രീതിയിലാണ് EDയുടെ എപ്പോഴും നീക്കം ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പരിശോധന നടക്കുന്നത്. ഒരിടത്ത് പരിശോധന നടക്കുമ്പോൾ മറ്റൊരിടത്ത് തെളിവ് ഒളിപ്പിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നതാണ്. ഈ കേസിൽ SIT ശേഖരിച്ചതിലും കൂടുതലായ വിവരങ്ങൾ ശേഖരിക്കാൻ EDക്ക് ഇനിയുള്ള ഈ തെളിവ് ശേഖരണത്തിൽ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് SIT ഏതെങ്കിലും മേഖലയിലേക്ക് ബോധപൂർവമോ അല്ലാതെയോ അന്വേഷണം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് കൂടി ഉള്ള പരിശോധനയാണ് നടത്താൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്ത്രപ്രധാനമായ പരിശോധന പുരോഗമിക്കുന്നു. 21 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. സജിത്ത്, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ SITയുടെ പരിശോധന, SITയുടെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ SITയെ സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള പരാമർശങ്ങളും എന്നുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ EDയുടെ അന്വേഷണം വരുന്നു. SITക്ക് കണ്ടെത്താൻ സാധിക്കാത്ത പല കാര്യങ്ങളും ED കണ്ടെത്താനുള്ള സാധ്യതയുണ്ടോ? ആരൊക്കെ ഇതിൽ ഗൂഢാലോചന നടത്തി, ഇതിന് പിന്നിലുള്ള ഉന്നതൻ ആര് എന്നതിലേക്കൊക്കെ ED എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്.